ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് പുള്ളി ഇത്രത്തോളം വൈറലായത്. ആറാട്ടാണ് വൈറലായത്. പിന്നെ മോഹൻലാൽ കൊള്ളൂല എന്ന് പറയേണ്ട കാര്യം ഇയാൾക്കില്ല. കാര്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മലയാളത്തിലെ രണ്ട് മഹാനടന്മാരുണ്ട്, മോഹൻലാൽ മമ്മൂട്ടി. മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറുമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ സിനിമ കൊള്ളൂലെങ്കിലും നമ്മൾ അവരെ പറയാൻ പാടില്ല. അത് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ സ്റ്റോറി ആരാണ് കൊടുക്കുന്നത്, നമ്മൾ അവരേക്കാണ് പറയേണ്ടത്. അവർക്കുള്ള റോൾ എന്താണ് കൊടുക്കുന്നത് അവരെ അതിൻ്റെ രീതിയിൽ അങ്ങ് ചെയ്യും. അത് ഈ സന്തോഷ് വർഗി ഈ കിഴങ്ങ ഈ മഹിമ നമ്പ്യാറിനെ കെട്ടോളെന്ന് പറഞ്ഞ യവന് എന്ത് യോഗ്യത ഇരിക്കണം പറയാനായിട്ട്? അല്ലെങ്കിൽ തന്നെ യവന് 2000 രൂപ ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്തോളന്ന്. എന്തോന്ന് ചെയ്തിട്ടാണ് 2000 രൂപ? അതിനുള്ള എന്തോന്ന് യോഗ്യത ഇരിക്കുന്നവന്? ഈ ആറാട്ടെണ്ണെന്ന് പറയുന്നത് അവന് എന്തൊന്ന് യോഗ്യത ഇരിക്കുന്നത്? ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആണോ? അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി ആണോ? ലാലേട്ടൻ്റെ പടം ആറാട്ട് ഇറങ്ങിയതിന് ശേഷമല്ലേ ഇതായി തുടങ്ങിയത്, ലോകം മൊത്തം ആയി തുടങ്ങിയത്. അപ്പോൾ ആര് കാരണം? ലാലേട്ടൻ മുഖേന. പിന്നെ ലാലേട്ടനെ കുറ്റം പറഞ്ഞ് നടക്കേണ്ട കാര്യമല്ല അവനുണ്ടാ. കാണുന്ന നടിമാരെല്ലാവരും ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ പറയണത്. അതെ ചെറുതാനെ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ട് ചെയ്യാവൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ പുറത്തിറങ്ങി ഞാൻ കളിക്കാറുള്ളൂ, ഞാൻ ഒളിച്ചിരുന്ന് കളിക്കൂല. അതുപോലെ തൊപ്പി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊപ്പി, ചെകുത്തായി, അലൻസ് ജോസ്, പിന്നെ ആറാട്ടണ്ണായി, ഈ ഇത്രയും പേര് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ്. കാര്യം ഈ ആറാട്ടണ്ണായി അലൻ ജോസിനെ കുറ്റം പറയും, അതാണ് ഇതാണ് പെണ്ണുടിയനാണ് അത് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അലൻ ജോസിന് ഈ ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ വളരെ വൈറലായിരുന്നു പെൺകുട്ടിയുമായിട്ട്. അതിനെ കുറിച്ച് എന്താണ് പറയുള്ളത്? അതല്ലേ പറയുന്നത്. അപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞല്ലോ. അത് അവൻ പറയുന്ന ആ പെണ്ണിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട്, ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല, നടന്ന് കാണുമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ആലോചിക്കണ്ട, യവന് അവരെ കെട്ടാന്നൊക്കെ പറഞ്ഞല്ലേ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടന്നത്. പിന്നെ അവരെ കെട്ടാത്ത കാര്യം എന്താണ്? അവസാനം മണ്ണഞ്ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി. മനസ്സിലായില്ലേ? മണ്ണഞ്ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോയി. അതാണ് ഞാൻ പറഞ്ഞത്. ആറാട്ടെണ്ണനും അലൻ ജോസും ചെകുത്താനും ഈ കൊക്കല്ല തൊപ്പി ഉണ്ടല്ലോ, മറ്റേ ആ വേട്ടവളിയെ, തൊപ്പി എന്ന മരവാഴ എന്നേ പറയുള്ളൂ. അവർ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, അവന് ഭയങ്കര ഫാൻസാണ്, എല്ലാം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. കാര്യം അവൻ എന്നെ ഓപ്പണായിട്ടാണ് ചീത്ത വിളിച്ചത്. അതാണ് അവൻ്റെ സ്റ്റാൻഡേർഡ്. അവൻ എന്തോന്ന് സ്റ്റാൻഡേർഡ് ഇരിക്കുന്നത്? അല്ലെ തന്നെ ഈ തൊപ്പിക്ക് ആര് പെണ്ണ് കൊടുക്കും? അവനെ കണ്ട ആര് പെണ്ണ് കൊടുക്കും? അവൻ പറയാണ് എൻ്റെ മോൻ നോക്കുക, അതാണ് ഇതാണെന്ന് പറയുന്നത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് എന്ത് പറയുന്ന പ്രശ്നമില്ല. എന്നെ ഇനി ആരും നോക്കാൻ വേണ്ട. എന്നെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എനിക്ക് വന്നിട്ടുമുണ്ട്, എനിക്ക് 2 മക്കളും ആയിട്ടുണ്ട്. നിനക്കൊക്കെ ആര് പെണ്ണ് തരോടാ തൊപ്പി? ഇവ വന്നിട്ട് എന്നെ ഭയങ്കര ചീത്തയൊക്കെ എന്നത് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, യവന്മാരെല്ലാവരും ഒരൊറ്റ കെട്ടാണ്. അതാണ് പറയണത്. ഇവർ ഒറ്റ കെട്ടാണ്. അവർ അമ്മച്ചിയുടെ മക്കൾ, നമ്മൾ വെറും